കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കാം. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും കരുണയും കരുതലും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ അവകാശം അവിടെ തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കാലഘട്ടത്തിലും തന്റെ മുഖത്തേക്ക് നോക്കിയ ഭക്തന്മാരുടെ മുഖം ലജ്ജിച്ചിട്ടില്ല, അവർ തല കുനിഞ്ഞു പോയിട്ടില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഏത് കാലഘട്ടത്തിലും ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവം. കാലങ്ങളെയും സമയങ്ങളെയും തന്റെ ജനത്തിനു വേണ്ടി മാറ്റുന്നവൻ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, എന്റെ കാലഗതികൾ അങ്ങയുടെ കയ്യിലിരിക്കുന്നു. നമ്മുടെ ഗതികളെ നിയന്ത്രിക്കുന്നത്, ഭാവിയെ നിയന്ത്രിക്കുന്നത്, ശോഭനമാക്കുന്നത് സഹോദരങ്ങളെ മറ്റാരുമല്ല, നമ്മുടെ ദൈവമാണ്. സർവശക്തനാണ്, ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്. അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഗതികേടെന്ന് പലരും പറയാറില്ല. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ നോക്കി ഭയപ്പെടരുത്. ഗതികളെ മാറ്റാൻ, ചിന്തകളെ മാറ്റാൻ, വിഷയങ്ങളെ തീർപ്പ് കൽപ്പിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ എനിക്ക് സകലവും കഴിയും, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം ഇന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്നലകളിൽ വീര്യം പ്രവർത്തിച്ചവൻ, ഉയർന്നിരുന്ന കരുത്തിന്റെ വല്ലഭത്വം അനുഭവിച്ചവർ വിളിച്ചു പറ, ഈ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. വഴികണ്ട കുറവ് തീർത്ത ശക്തി കൊണ്ട് അരമുറുക്കുന്ന, മുമ്പോട്ട് പോകാൻ പറയുന്ന, ഞാനാകുന്നു എന്ന് പറഞ്ഞ് അടുത്ത തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, മാറിപ്പോകാത്ത ദൈവത്തിന്റെ ദയ, സമാധാനത്തിന്റെ നിയമമോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം. വളരെ വളരെ സുപരിതമായൊരു വാക്യം വീണ്ടും ചിന്തിക്കുന്നു സഹോദരങ്ങളെ. ഫിലിപ്പിയർ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കും, കാക്കും. ഇവിടെ പൗലോസ്ലീഹ റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുന്ന പ്രസ്താവന വളരെ ആഴമാണ്. മനസ്സിൽ സമ്മർദ്ദങ്ങളിലൂടെ പോകേണ്ട സമയമാണത്. ശരീരത്തിനും ക്ഷതങ്ങളുണ്ട്. പക്ഷേ തന്റെ അകത്തെ മനുഷ്യൻ നാൾക്കാൾ പുതുക്കം പ്രാപിച്ചിട്ട് താൻ ജനത്തെ ആഹ്വാനം ചെയ്തിട്ട് ലേഖനത്തിലൂടെ നമ്മളെ ഉറപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സ്തോത്രം. പ്രിയരെ, സാഹചര്യങ്ങളല്ല നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തെ നിശ്ചയിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ടാൽ ആരാധന കുറയും, പ്രാർത്ഥന കുറയും. പ്രതികൂലം വന്നാൽ ഉപവാസിക്കില്ല, വചനം ധ്യാനിക്കില്ല. അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ശാരീരിക മാനസികമായ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട സാധ്യതകൾ കാരാഗ്രഹത്തിലാണ്, ആമത്തിലാണ്. എങ്കിലും കർത്താവിൽ കർത്താവാണ് തന്റെ ബലം. എന്നെ ശക്തനാക്കുന്നവനുണ്ട്, ഞാൻ ഇതിനെല്ലാം ഓവർകം ചെയ്യുമെന്ന് പറയത്തക്ക രീതിയിൽ കർത്താവിൽ സന്തോഷിക്കുന്ന മനുഷ്യൻ. സ്തോത്രം. എത്ര പേർക്ക് അങ്ങനെ കഴിയും കർത്താവിൽ സന്തോഷിക്കാൻ? എന്നിട്ട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്.
സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ആരാണ് എന്നൊരു ചിന്ത അകത്തുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ആവുന്ന പോലെ ആരാ ടെൻഷൻ ആവുന്നത്? ദൈവമക്കളെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്പം ധൈര്യം വരും. പ്രാർത്ഥിച്ച ആമേൻ പറഞ്ഞു കഴിയുമ്പോൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എല്ലാം ടെൻഷനുകൾ, വിചാരങ്ങൾ, അത് നമ്മളെ വല്ലാതെ ശരീരത്തെ ബാധിക്കുന്നില്ലേ? നമ്മുടെ കർത്താവ് സൃഷ്ടിതാവാണ്, വിളിച്ചു വരുത്തുന്നവനാണ്. അവിടുത്തെ ഒരു വാക്ക് മതി, അവിടുന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അവിടുത്തെ കൽപ്പനകൾ ഏറ്റവും ശക്തമാണ്, ആജ്ഞ കൊടുക്കുന്ന ദൈവമാണ്. കാക്കകളെ പുലർത്തുന്ന ദൈവം, പറവകളെ പുലർത്തുന്ന ദൈവം, വയലിലെ താമരകളെ അതിന്റെ രീതിയിൽ ചമയിച്ച ദൈവം, ഒരു ഡിപ്പോസിറ്റും ഇല്ലാതെ പറവകൾ ഓരോ ദിവസവും സന്തോഷത്തോടെ നടക്കുന്നെങ്കിൽ സ്വന്തം രക്തമൂറ്റി തന്ന കാൽവറിയിലൂടെ നമ്മളെ കർത്താവ് സ്നേഹിച്ച മക്കളല്ലേ നമ്മൾ. നമ്മൾ വിചാരപ്പെട്ട നമുക്ക് എന്തെങ്കിലും കൂട്ടാൻ പറ്റുമോ? കുറയ്ക്കാനും പറ്റില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മൾ ചെറുതായിട്ടല്ലേ കാണുന്നത്? നടത്താവെന്ന് പറഞ്ഞ കർത്താവല്ലേ, കരുതാവെന്ന് പറഞ്ഞവനല്ലേ, ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് അവിടുന്ന് പറഞ്ഞില്ലേ, സൃഷ്ടിതാവല്ലേ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിളിച്ചു വരുത്തുന്നവനല്ലേ, ജീവിപ്പിക്കുന്നവനല്ലേ, ശക്തീകരിക്കുന്നവനല്ലേ, സൗഖ്യമാക്കുന്നവനല്ലേ, ഉറവ തുറക്കുന്നവനല്ലേ, പാതയൊരുക്കുന്നവനല്ലേ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവനല്ലേ, ഇരുട്ടിക്കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ. ഈ ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ ടെൻഷൻ ആവുന്നത്? നാളെ ആ വിഷയം എങ്ങനെ തീർപ്പ് കൽപ്പിക്കും? ആരതിന് സമാധാനം പറയും? അത് സക്സസ് ആകുമോ, അതോ ഇവിടം കൊണ്ട് തീരുമോ? ഇതിൽ നിന്നൊരു സൗഖ്യം വരുമോ, വിടുതൽ വരുമോ, ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയുണ്ടോ? എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇതെന്റെ തലവരെയാണല്ലോ, എന്ത് കാര്യങ്ങൾ ഇത് പൂർത്തീകരണം കാണാൻ പറ്റുമോ? എടുത്ത സ്റ്റെപ്പ് പരാജയപ്പെട്ട ഭയം കൊണ്ടുവന്ന് നാളെ ഇനി ഞങ്ങൾക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും, കരുതും എന്ന ചിന്ത, വികാരങ്ങൾ, വിചാരങ്ങൾ, ഒന്നിനെക്കുറിച്ചും, ഭാവിയെപ്പറ്റി, തലമുറകളെപ്പറ്റി, നിങ്ങളുടെ ശരീരത്തെപ്പറ്റി, കുടുംബജീവിതത്തെ ഒന്നും കർത്താവ് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടില്ലേ? കർത്താവ് നിങ്ങളുടെ അമരക്കാരനല്ലേ? ആ ബോട്ടിന്റെ അമരക്കാരൻ കർത്താവാണെങ്കിൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട്. കാറ്റേ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ തിരകൾ അടങ്ങിയില്ലേ? ഈ കർത്താവിനെ ഒന്ന് വലുതായി കാണൂ. നമ്മൾ പ്രശ്നത്തെ വലുതായി കണ്ട വിചാരങ്ങളുമായിട്ട് കൂട്ടുമ്പോ എല്ലാം തീർന്നു. ഇനി എഴുന്നേക്കാൻ പറ്റില്ല. അതൊരു പിശാചിന്റെ തന്ത്രമാണ്, നമ്മളതിൽ കുടുങ്ങിപ്പോകുന്നു. എന്നാൽ എന്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ക്രിസ്തുവേശുവിലൂടെ അവിടുത്തെ മഹത്വത്തിന്റെ സ്ഥാനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്ത്, ഏത് വിഷയം പ്രയാസപ്പെടുന്നോ അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിവുള്ളവൻ ഞങ്ങളുടെ ദൈവ എന്ന ഉറപ്പകത്ത് ഉണ്ടെങ്കിൽ, യഥാർത്ഥമായ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പതറുന്നത്. നമുക്ക് ഒന്നിനെക്കുറിച്ചും, ഒരു കാര്യത്തെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും നിങ്ങൾ പ്രാർത്ഥനയാൽ, അപേക്ഷയാൽ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ട് സ്തോത്രം ചെയ്യണം. കർത്താവേ, ഞാൻ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് സ്തോത്രം, 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 സ്തോത്രം പറയൂ. അപ്പൊ നമ്മുടെ അകത്തൊരു ദൈവിക സമാധാനം വരും. ഞാൻ ഉത്തരവാദിത്തമുള്ളവനെയാണ് പരമേൽപ്പിച്ചത്. എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, എന്റെ തലമുറയുടെ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ കാര്യം പരമേൽപ്പിച്ചു. സ്തോത്രം, സ്തോത്രം എന്ന് പറയുമ്പോൾ ഭയങ്കര സമാധാനം വരില്ലേ? സംതൃപ്തി വരില്ലേ? അതിനി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ സഹോദരങ്ങളെ. സ്തോത്രം ചെയ്ത വിഷയങ്ങളൊന്ന് കൊടുക്കൂ ദൈവം പാകെ. എന്നിട്ട് കൂളായിട്ട് എഴുന്നേൽക്കൂ. പിന്നെ അതെടുത്തോണ്ട് നടക്കരുത്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയല്ലേ ഏൽപ്പിച്ചത്? വിശ്വാസത്തിന്റെ നായകനല്ലേ നമ്മുടെ അമരക്കാരൻ? അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ പറ, ഇനി ഞാൻ നിരാശപ്പെടത്തില്ല, ഇനി ഒന്നിനെ കുറിച്ച് ഞാൻ പറയത്തില്ല. അത് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മൈൻഡിനെ ബാധിച്ച് പലരും രോഗികളാകുന്നു. നിങ്ങളുടെ
മാനസിക സൗഖ്യം നഷ്ടപ്പെടുന്നു. എല്ലാ മേഖലകളും ഒറ്റപ്പെടുന്നു. നിരാശ കൊണ്ടുവരുന്നു. ഇതിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ നമ്മുടെ കർത്താവിനെ വലുതായി കണ്ട, കർത്താവിന്റെ സന്നിധി വിഷയം കൊടുത്തവർ മൗനമായിരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ചിന്തകളുടെ മേൽ വരും, നമ്മുടെ വിചാരങ്ങളുടെ മേൽ വരും. അതിനേക്കാൾ വലിയൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും തീർപ്പ് കൽപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നും അകത്ത് വിശ്വാസം വന്നാൽ നമ്മൾ സ്വസ്ഥമായിരിക്കും. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഞങ്ങൾ പലപ്പോഴും നിരാശപ്പെട്ട, വിചാരപ്പെട്ട, മാർത്തയെ പോലെ മനം കലങ്ങുമ്പോൾ കർത്താവിൽ പ്രത്യാശ വെക്കാൻ, കർത്താവിൽ വിഷയം കർത്താവെ പരമേൽപ്പിക്കാൻ, കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ, ഞങ്ങളുടെ മൈൻഡ് കൂളാക്കാൻ ദൈവം ഇടയാക്കണം. ഇന്ന് പകൽ ചിലർ ഫ്രീ ആകട്ടെ. പലപ്പോഴും ഭാരം ചുമന്ന വണ്ടിക്കാളെ ചുമക്കുന്നത് പോലെ ചുമന്ന കർത്താവ് ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാരം അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ കൊണ്ടിട്ട് സകല വിഷയങ്ങളുടെ മേലും ഭംഗിയായി നിർവഹിക്കാൻ കഴിവുള്ളവന്റെ മുമ്പിൽ കാര്യം ഫലമേൽപ്പിക്കുന്നു. ഇന്ന് പകൽ വൻ കാര്യങ്ങൾ അങ്ങ് ചെയ്തിരിക്കുക സ്തോത്രം. ജനം ഫ്രീ ആയിരിക്കുക സ്തോത്രം. ദൈവിക സമാധാന വർദ്ധനകൾ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സ്വസ്ഥത വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ മുമ്പോട്ട് പോകൂ. കർത്താവിൽ വിശ്വസിക്കൂ. ഈ വചനങ്ങൾ അവസ്ഥയായിട്ട് ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു മാറ്റി.